ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെനിക്കല്ല, ദാസേട്ടന. ഫാം ഹൗസിൽ പോകുന്നുണ്ട്. അപ്പോ ദാസേട്ടനോട് കൊണ്ടുപോകാൻ കരുതി. അതെ, താൻ ഫാം ഹൗസിലേക്കാണോ? ഒരു തവണ പറഞ്ഞില്ലേ? ഫാം ഹൗസ് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാനും കൂടെ വന്നോട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അർജുൻ സാറ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. എനിക്കെന്തോ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തോ സംശയം തോന്നുന്നു. ചില സമയത്തുള്ള സംസാരം കേട്ടപ്പോ എനിക്ക് തോന്നിയതാവാം. എന്നാലും പറയുക, ഇതൊന്നും പറയാൻ ഞാൻ ആളല്ലെന്ന് എനിക്കറിയാം. അത് ചിലപ്പോ എന്റെ തോന്നലുകളാവാം. എങ്കിലും ആ കുട്ടിയെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഇതുവരെ ആ കുട്ടി അർജുൻ സാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു എന്നല്ല എല്ലാവർക്കും അറിയൂ. ആ കുട്ടിയുടെ കുടുംബം, രക്ഷകർത്താക്കൾ, ജീവിച്ച പശ്ചാത്തലം എല്ലാം അന്വേഷിക്കണം. പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ചന്ദ്രാമേ, മോൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഫാം ഹൗസിൽ വരെ ഒന്ന് പോണം. എങ്കിലിരിക്കെ, ഞാൻ കഴിക്കാനെടുക്കാം. വേണ്ട, വിശപ്പില്ല. ഞാൻ പിന്നെ കഴിച്ചോളാം. ചന്ദ്രാമേ, ഇതിലേക്കൊരു 4-5 ഡിലോടി വെച്ചേരെ. ഫാം ഹൗസിൽ പോകുമ്പോ ദാസേട്ടനോട് എടുക്കാനാ. അതിനെന്താ? ഇത്ര മതി. ഇതെന്താ, താനിപ്പോ കൊണ്ടു നടന്നു തിന്നുവാണോ? പാഴ്സല് കണ്ട് ചോദിച്ചതാ. ഇതെനിക്കല്ല, ദാസേട്ടന. ഫാം ഹൗസിൽ പോകുന്നുണ്ട്. അപ്പോ ദാസേട്ടനോട് കൊണ്ടുപോകാൻ കരുതി. അതെ, താൻ ഫാം ഹൗസിലേക്കാണോ? ഒരു തവണ പറഞ്ഞില്ലേ? ഫാം ഹൗസ് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാനും കൂടെ വന്നോട്ടെ. അതിനെന്താ, താനും കൂടി വാ, നമുക്ക് പോവാം. നിക്ക്, അങ്ങനെ പോകാറായില്ല. അനുവാദം കിട്ടിയില്ല. അനുവാദോ? ആരുടെ അനുവാദം? ചന്ദ്രമ്മേ, ഞാനും കൂടി പോയിട്ട് വരട്ടെ. പോകാൻ നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ എന്റെ അനുവാദം? അങ്ങനെയല്ല, ചന്ദ്രാമ്മ പറഞ്ഞല്ലേ ഞാൻ പോവും. എന്നാ പോണ്ട. താൻ പൊക്കോ. ചന്ദ്രമ്മ പറഞ്ഞാലേ എനിക്ക് വരാൻ പറ്റൂ. ഫാം ഹൗസ് കാണാനുള്ള യോഗ എനിക്കില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ അവിടം വരെ ഒന്ന് വരണോന്ന്. പക്ഷേ ചന്ദ്രാമ്മ പറയുന്നതിനപ്പുറമായിട്ട് ഈ ചിന്നു ഒന്നും ചെയ്യില്ല. അയ്യേ, താൻ ഇങ്ങനെയാണെന്ന് അഭിനയിച്ച് മെഴുകാതെ. ചന്ദ്രാമ വെറുതെ പറഞ്ഞതാ.
താനൊരു കാര്യം ആവശ്യപ്പെട്ട ചന്ദ്രരാമ അത് സമ്മതിക്കാതിരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ആ, അത്രയ്ക്ക് ദുഷ്ടൊന്നുമല്ല എന്റെ ചന്ദ്രരാമ. അതെ, കുഞ്ഞിലേ മുതലേ ഞാൻ കാണുന്നതാ. അതെ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് അഭിനയം നിർത്ത്, എന്നിട്ട് പോയിട്ട് വാ. പക്ഷേ നേരത്തെ ഇങ്ങ് വരണമെന്നേ ഉള്ളൂ. അതിനെന്താ, അത് ഞാൻ നേരത്തെ കൊണ്ടുവരാം. എന്നാ പൊയ്ക്കോ. താങ്ക്സ് ചന്ദ്രമ്മേ. ദാ. വാ. നീ വിളിച്ച് ഇവന്റെ ആഗ്രഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് എന്റെ മനസ്സ് നിറഞ്ഞു പോയി. വിവാഹം നിശ്ചയിച്ചാൽ മാത്രം പോരാ, പെട്ടെന്ന് നടത്തുകയും വേണം. കല്യാണം നടത്തിയില്ലെങ്കിലും ഇവർ തമ്മിൽ എപ്പോഴും കാണുന്നവരല്ലേ? അല്ല, അളിയനും കുഞ്ഞോളും എത്രയാ സ്ത്രീധനമാര് പ്രതീക്ഷിക്കുന്നേ? നമ്മളൊന്നും ചോദിക്കുന്നില്ല, ഒരു മോളല്ലേ ഉള്ളൂ. വേണ്ടെന്ന് പറഞ്ഞാ എന്തെങ്കിലും തോന്നും, അതാ. അല്ലെങ്കിൽ വേണ്ടെന്നേ പറയൂ. വേണ്ടെന്ന് പറഞ്ഞ എന്ത് തോന്നാൻ? ധൈര്യമായിട്ട് വേണ്ടാന്ന് പറഞ്ഞു, ഒന്നും തോന്നില്ല, സന്തോഷം തോന്നേ ഉള്ളൂ. ഓ, ഇതെന്നത്തേക്ക് നടത്തണമെന്ന് തീരുമാനമെടുക്കാനാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തീരുമാനിച്ച മതി. അല്ലെങ്കിൽ തന്നെ ഞാനെന്ന അഭിപ്രായം പറയാം. എപ്പോഴായാലും നമുക്ക് സമ്മതമല്ലേ കുഞ്ഞോളെ? ആ, അനസൂയെ, എനിക്ക് ഏറ്റവും പേടി നിന്റെ കാര്യത്തിലായിരുന്നു. ഇപ്പോ അതിനെല്ലാം ഒരു തീരുമാനമായില്ലേ? നിന്റെ മുഖം കണ്ടാലറിയാം എന്റെ ഈ തീരുമാനം നിനക്ക് വലിയ സന്തോഷമാണെന്ന്. നീ എന്റെ മോനെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ അവൻ നിന്നെ മനസ്സിലാക്കിയില്ല. അതൊക്കെ പോട്ടെ രമേ, പഴയ കാര്യങ്ങളല്ലേ അതൊക്കെ. അതെ, അർജുന് ഇങ്ങനെ മറ്റൊരിഷ്ടം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇവൾ എന്റെ മരുമകളായിട്ട് വരുമായിരുന്നു. മോളെ, അതൊക്കെ നീ മനസ്സിൽ നിന്ന് കളഞ്ഞ് മറ്റൊരാളെ നോക്കണം ഇനിയെങ്കിലും.